നമസ്കാരം. മലയാളികൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു പിണറായി വിജയനെ ഭരണമേൽപ്പിച്ചാൽ ഈ നാട് നന്നാവും എന്ന് തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടാണ് അവർ 5 അല്ല 10 വർഷം തുടർച്ചയായി പിണറായിയെ നാടിൻ്റെ രക്ഷകനായി അവരോധിച്ചത്. മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നതിന് വേണ്ടി തൻ്റെ പേര് പറഞ്ഞാലും മുഖം കണ്ടാലോ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുറപ്പുള്ളതുകൊണ്ട് VS അച്യുതാനന്ദനെ മുമ്പിൽ നിർത്തി പോസ്റ്റർ ഒട്ടിച്ച് ഹോർഡിങ്സ് വെച്ചാണ് ആ കസേര വരെ നടന്നെത്തിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ജനതയെ കബളിപ്പിച്ച് ദുരന്തങ്ങളെ മുതലെടുത്ത് പിണറായി ഭരണം തുടർന്നു. ഇതുപോലെ ജനാധിപത്യമില്ലാതായ അഴിമതി കൊടുമ്പിരി കൊണ്ട ജനങ്ങളെ വഞ്ചിച്ച ഒരു ഭരണം ഉണ്ടായിട്ടേയില്ല. ആ അഹങ്കാരവും ധാർഷ്ട്യവും അതിരുകടന്നപ്പോൾ പിണറായി ഭജന സംഘം ശബരിമലയിൽ കയറി അയ്യപ്പനെ പോലും മോഷ്ടിക്കാൻ തീരുമാനിച്ചു. ഭഗവാന്റെ സ്വർണം മാത്രമല്ല പുരാവസ്തുക്കളും അടിച്ചു മാറ്റി. ഇപ്പോഴും അടിച്ചു മാറ്റിയതിൻ്റെ കണക്കെടുപ്പ് പൂർത്തിയാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണ സംഘം ഇന്നലെ ഹൈക്കോടതിയോട് പറഞ്ഞത് ഇനിയും സമയം വേണം. 98 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലെ രേഖകൾ പരിശോധിക്കണം. 2019 ഈ കമ്മി സംഘം എന്തൊക്കെ അടിച്ചു മാറ്റി എന്ന് പരിശോധിക്കാൻ സമയം വേണമെന്നാണ്. സ്വാഭാവികമാണ്. 30 കിലോ സ്വർണം മാത്രം അവിടെ ചെമ്പിൽ പൊതിഞ്ഞു വെച്ചിരുന്നു. ആ സ്വർണം അടിമുടി അവർ അടിച്ചു മാറ്റി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും ഒരാൾക്കും ഒരു നിശ്ചയവുമില്ല എത്ര സ്വർണം കൊണ്ടുപോയെന്ന്. കേസെടുത്തിരിക്കുന്നതും അന്വേഷിക്കുന്നതും ശ്രീകോവിലിൻ്റെ വാതിൽപ്പാളികളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം മോഷ്ടിച്ചതും ദ്വാരപാലക വിഗ്രഹങ്ങൾ ഇളക്കിക്കൊണ്ടുപോയതുമാണ്. അതുകൊണ്ടാണ് ഗ്രാം കണക്ക് ഇപ്പോഴും പറയുന്നത്. പക്ഷെ വിജയ് മല്യ മാത്രം 30 കിലോ സ്വർണം ശബരിമലയുടെ പല ഭാഗങ്ങളിലും എത്തിച്ചിട്ടുണ്ട് എന്നത് നിർണായകമാണ്. മാത്രമല്ല, ഇങ്ങനെ അറിയപ്പെടാത്ത എത്രയോ സമ്പന്നരായ ഭക്തർ അവരുടെ ജീവിത സമ്പാദ്യത്തിൻ്റെ വലിയൊരു പങ്ക് സ്വർണ്ണ ഉരുപ്പടി ഉൾപ്പെടെയുള്ളവ സന്നിധാനത്തേക്ക് ഭഗവാന് കാണിക്കർപ്പിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ കണക്കുണ്ടോ? അതൊക്കെ അവിടെയുണ്ട് എന്ന് ഉറപ്പുണ്ടോ? ഇതൊന്നും ഇതുവരെ വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണ്. അന്വേഷണ സംഘം കോടതിയോട് പറഞ്ഞത് സമയം വേണം, ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇനിയും സമയമെടുക്കുമെന്നാണ്. കോടതി അവർക്ക് സമയം നീട്ടിക്കൊടുക്കുകയും അവരുടെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, വിവാദമായ 2 അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താൻ കോടതി അനുമതിയും നൽകി. CPM-ന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതാവാണ്. അദ്ദേഹമാണ് പാർട്ടിക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ പിക്ക് ചെയ്ത് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്ന ആരോപണം കോടതി തൽക്കാലം പരിഗണിച്ചില്ല. അതിന് കാരണം കോടതി ചുമതലപ്പെടുത്തിയ 3 മേലുദ്യോഗസ്ഥന്മാർ, ADGP വെങ്കടേഷും 2 SP-മാരും, ഈ 3 പേരിലും കോടതിക്ക് വിശ്വാസമാണ്. കോടതിക്ക് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥന്മാരുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും സംശയമില്ല. അവർക്ക് സംശയമില്ലാത്തത് കൊണ്ട് തന്നെ അവർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥരെ സംശയിക്കാൻ കോടതിക്കും കഴിയില്ല. ADGP വെങ്കടേഷ് പോലും അറിയാതെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വലിയ ഗൂഢാലോചന പോലീസിൽ നടക്കുന്നുണ്ട് എന്ന വാസ്തവം ഇന്നല്ലെങ്കിൽ നാളെ വ്യക്തമാവും. ഏറ്റവും സുപ്രധാനമായ ചോദ്യം, ശബരിമലയിൽ നിന്നും ഈ സ്വർണ്ണ ഉരുപ്പടികളൊക്കെ എങ്ങനെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി എന്നതാണ്. അതേക്കുറിച്ച് ഇതുവരെ അന്വേഷണം നടന്നിട്ടില്ല. സ്വർണം കൊണ്ടുപോയി, എത്ര കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. എന്നാൽ ആര് കൊണ്ടുപോയി എന്നത് അന്വേഷിക്കണ്ടേ? സ്വർണം മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയത്, ഫയലുകളിൽ തിരിമറി നടത്തിയതൊക്കെ ഇതുവരെ സൂചിപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാവാം. എന്നാൽ ഇത് ചുമന്നുകൊണ്ടുപോയത് അവരാണോ? 30 കിലോ സ്വർണം പൊതിഞ്ഞ പല ചെമ്പുപാളികൾ, അപ്പോൾ എത്ര കിലോ ഉണ്ടായിരിക്കും അവ? ഈ കിലോ കണക്കിന് വരുന്ന ചെമ്പുപാളികൾ, സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എങ്ങനെയാണ് ഇവിടെ നിന്നും കൊണ്ടുപോയത്? ട്രാക്ടറിലാണോ, ചുമന്നുകൊണ്ടാണോ, കാൽനടയായാണോ? കൊണ്ടുപോയത് ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നില്ലേ? ആരാണ്, എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുപോയത്? ഇങ്ങനെയൊരു അന്വേഷണം നടന്നിട്ടുണ്ടോ? മാത്രമല്ല, ഈ കൊണ്ടുപോയ സ്വർണം എവിടെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ. അത് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. തിരിച്ചു വന്നു എന്ന് പറയുന്നത് വാസ്തവമാണോ? തിരിച്ചു വന്നിരിക്കുന്നത് പുരാവസ്തു കള്ളക്കടത്ത് മാഫിയയ്ക്ക് കൈമാറിയതിന് ശേഷം അതേ അളവിൽ നിർമ്മിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ചെമ്പിൽ സ്വർണം പൂശിയ സാധനങ്ങളാവില്ലേ? സ്വർണം പൊതിഞ്ഞതെല്ലാം മാറ്റി പുതിയ ചെമ്പ് വാങ്ങി അതിൽ സ്വർണം പൂശി സ്ഥാപിച്ചിരിക്കുന്നതായിരിക്കില്ലേ? അത്തരത്തിൽ അന്വേഷണം നടന്നോ? കൊള്ള മുതൽ എവിടെയാണ്? ഗോവർദ്ധന ജുവലറിയിൽ നിന്നും റിക്കവറി ചെയ്തു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ സ്വർണ്ണമല്ല എന്ന് വ്യക്തമാകുമ്പോൾ ഇതെവിടേക്ക് പോയി? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാവും. അവിടേക്ക് പോവാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ശ്രമിച്ചാൽ ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് വ്യക്തമായ സൂചനയായിരുന്നു
സുപ്രീം കോടതിയിൽ പോയി ഒരു അട്ടിമറി നീക്കത്തിന് ഈ കള്ളന്മാർ നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞു പോയത്. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവ് കൂടിയായ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസ്, അദ്ദേഹത്തെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ദേവസ്വം ബോർഡിന്റെ മറ്റൊരു മെമ്പറായ വിജയകുമാറും ജയിലിലാണ്. എന്നാൽ ശങ്കരദാസിനെ ഇതുവരെ തൊട്ടിട്ടില്ല. മാത്രമല്ല, ശങ്കരദാസിനെ ഏതെല്ലാം വളഞ്ഞ വഴിയിലൂടെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ അതിനൊക്കെ വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഹൈക്കോടതി ചോദിച്ചു, എന്താണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടും മറ്റ് രണ്ടുപേരെ തൊടാത്തതെന്ന്. അപ്പോൾ പോയി ജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടും ശങ്കരദാസിനെ തൊട്ടില്ല. ശങ്കരദാസിന് പേടിയായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ കോടതി തള്ളുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു അവസരം കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഒരു പരാമർശം വരുന്നത്. ഹൈക്കോടതി ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തില്ല? ആ പരാമർശത്തിനെതിരെ സുപ്രീം കോടതി ഇത് വളഞ്ഞ വഴിയാണ്. മുൻകൂർ ജാമ്യവുമായി സുപ്രീം കോടതിയിൽ പോകാൻ സാധ്യമല്ല. അതിന് നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ പരാമർശം നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ശങ്കർദാസ് എന്ന ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന നേതാവ് നേരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഓർഡർ അതിൻ്റെ അപേക്ഷയുമായി എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തല്ലി ഓടിച്ചു എന്ന് പറയേണ്ടി വരും. സുപ്രീം കോടതി ചോദിച്ചു, നിനക്കൊക്കെ നാണമുണ്ടോടാ? ദൈവത്തെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ എന്ന്. ചോദ്യം വളരെ ആത്മാർത്ഥമായാണ്. ദൈവത്തെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ സ്വർണം മോഷ്ടിച്ചിട്ട് ന്യായം പറയാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് ചോദിച്ച് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഇതൊരു വല്ലാത്ത ലോക്കാണ്. ഇതുവരെ ഹൈക്കോടതിയുടെ ലോക്ക് മാത്രമായിരുന്നു ഈ കേസിലെ പ്രതികൾക്ക് ദോഷമായിരുന്നത്. ഇന്ത്യയിൽ 2 ഡസനിലേറെ ഹൈക്കോടതികളുണ്ട്. അതിനൊക്കെ മുകളിൽ ഒരൊറ്റ സുപ്രീം കോടതി മാത്രം, ഒരു ബെഞ്ച് പോലുമില്ല എന്നോർക്കണം. സുപ്രീം കോടതി പരമാധികാരികളാണ്. പ്രധാനമന്ത്രി അടക്കം രാജ്യത്തെ സകല സംവിധാനങ്ങളും സുപ്രീം കോടതിയുടെ താഴെയാണ് പ്രായോഗികമായി. പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുന്നുണ്ട്. എന്തിനേറെ പിന്നീട് പിൻവലിച്ചെങ്കിലും രാഷ്ട്രപതിക്കെതിരെ പോലും ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു നോക്കണം. ആ സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഈ ശബരിമല കള്ളന്മാർക്ക് ലോക്കിട്ടിരിക്കുന്നത്. സുപ്രീം കോടതി ഇതൊന്നും പരിഗണിക്കില്ല. സുപ്രീം കോടതി എന്താ നിസ്സാരമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ സുപ്രീം കോടതി ചോദിച്ചു, ദൈവത്തെ പോലും വെറുതെ വിടാത്ത ദുഷ്ടന്മാരെ, നീയൊക്കെ എന്തിനാണ് ഞങ്ങളുടെ സമയം കളയാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന്. ആകെ പകച്ചുപോയി ശങ്കർദാസ് മാത്രമല്ല, സകല കള്ളന്മാരും. അവരുടെ മുമ്പിൽ ഇനി പ്രതീക്ഷ നൽകാൻ ഒരു വാതിലുമില്ല. എല്ലാ വാതിലുകളും അടഞ്ഞു പോയിരിക്കുന്നു. ഹൈക്കോടതി കട്ടക്കലിപ്പിലാണ്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് മാത്രമാണ് പരിഗണിക്കുന്നത്. ഇതാ സുപ്രീം കോടതിയും കട്ടക്കലിപ്പിലായിരിക്കുന്നു. അവർ എവിടെ പോയി അഭയം തേടും? അതുകൊണ്ട് മര്യാദയ്ക്ക് ശങ്കർദാസ് നേരെ കൊല്ലം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയിട്ടുണ്ട്. സുപ്രീം കോടതി ഓടിച്ചുവിട്ടവന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിചാരണ കോടതി കേൾക്കുമോ? ഇല്ല. വാസു അടക്കം പത്മകുമാർ അടക്കം നിരവധി തവണ കൊടുത്തതാണ്, ആരും പരിഗണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കള്ളന്മാർക്ക് ജയിലിൽ ദീർഘകാലം കഴിയേണ്ടി വരും. ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയാവുന്നുള്ളൂ. സുപ്രീം കോടതി വരെ നോ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? 2 കേസിലെയും പ്രതികളാണ്. കൂട്ടുപ്രതികളായ പത്മകുമാറും ജയകുമാറും ജയിലിലാണ്. പക്ഷെ ശങ്കരദാസിന് മാത്രം എന്തുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ? ശങ്കരദാസിനെ മാത്രം എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? എല്ലാ വാതിലുകളും അടഞ്ഞിട്ടും ശങ്കർദാസ് വീണ്ടും വീണ്ടും അപേക്ഷകൾ കൊടുത്ത് കാത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കൈയും കെട്ടി നോക്കി നിൽക്കുന്നത്? വളരെ വിചിത്രമായ ഒരു അവസ്ഥയാണിത്. പക്ഷേ എല്ലാ കള്ളന്മാരുടെയും എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. സുപ്രീം കോടതി നേരിട്ട് ഓടിച്ചു വിട്ടതോടെ ഇനി ആ വാതിലിലേക്ക് ആരും പോവേണ്ടതില്ല. അനുഭവിക്കുക മാത്രമാണ് വഴി. നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു വാതിലും തൽക്കാലം തുറന്നു കിട്ടില്ല. അനുഭവിച്ചു തീർക്കുക. ലക്ഷക്കണക്കിന് വിശ്വാസികളെ വഞ്ചിച്ച്, ഈ നാടിനെ വഞ്ചിച്ച് നിങ്ങൾ നിങ്ങളുടെ ധനലാഭത്തിന് വേണ്ടി ഭഗവാനെ അടിച്ചു മാറ്റി ഭഗവാനെ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നത് ചില്ലറ കുറ്റകൃത്യമല്ല. ആ കുറ്റകൃത്യത്തിൻ്റെ പ്രതിവിധി ജയിലിലെ ഇരുട്ട് മാത്രമാണ്. അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയും കൽപ്പിച്ചിരിക്കുന്നത്. അനുഭവിക്കുക, അനുഭവിച്ചു മാത്രം തീർക്കുക.